ചെയ്യപ്പെടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആര്യന്മാരുടെ ഇൻവേഷന് ശേഷമുള്ള ചരിത്രമാണ് കൂടുതലായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, സിദ്ധാന്തങ്ങളുടെ ടോപ്പികൾ എടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പുള്ള ഒരു ഇന്ത്യയുടെ ഒരു ചരിത്രമുണ്ട്. ഏകദേശം ഒരു മൈഗ്രേഷൻ നടന്ന് ഒരു 10,000 വർഷത്തിനടുത്തുള്ള ചരിത്രമുണ്ട്. എർത്രയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇന്ത്യൻ കോണ്ടിനെന്റിലേക്ക് വന്ന ഏർലി ഇന്ത്യൻസിൻ്റെ ചരിത്രമുണ്ട്. ഈ ചരിത്രം മാഷിനെപ്പോലുള്ള ആളുകൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ RSS ഉയർത്തുന്ന ഹിന്ദുത്വക്ക് അല്ല, അതിന് മുമ്പൊരു ഇന്ത്യയുടെ ചരിത്രമുണ്ടെന്നൊരു ബോധ്യം സമൂഹത്തിനുള്ളൂ. ഇതുപോലുള്ള പല സെമിനാറുകളിലും അത്തരം വിഷയത്തിലേക്ക് കിടക്കുന്നുണ്ട്. പക്ഷേ മാഷിനെപ്പോലുള്ള ആളുകൾ പറയുമ്പോൾ ഇങ്ങനെ ഇന്ത്യക്ക് ഒരു ചരിത്രമുണ്ട്, ഏർലി ഇന്ത്യൻസിനായിട്ടുള്ള തനതായ ചരിത്രമുണ്ടെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യമാണ്, ചില മെഡീവൽ ഇന്ത്യയിലെയും അതുപോലെ തന്നെ ഏഷ്യൻ ഇന്ത്യയിലെയും ഇപ്പോൾ റോമില താപ്പറിൻ്റെയും RS ശർമ്മയുടെയും പോലുള്ള ബുക്കുകളല്ലാതെ നമുക്ക് നേർക്കാഴ്ചകളോടുകൂടി വായിക്കാൻ പറ്റുന്ന മറ്റ് ബുക്കുകൾ ഒന്ന് റെഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് ചരിത്രം റീറൈറ്റ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എങ്കിലും വായിക്കപ്പെടേണ്ട പുസ്തകങ്ങളെ കുറിച്ച് സാറിന് പറയാം. അല്ല, ആദ്യം പറഞ്ഞത് ശരിയാണ്. ഇനിയും പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇതെല്ലാം മുഴുവൻ ഞാൻ പറയുന്നതെന്ന് പ്രതീക്ഷിക്കരുത്. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പറയാം. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞാൽ ഇതുണ്ടാവുള്ളൂ. അല്ലാതെ എല്ലാ കവലയിലും പ്രസംഗിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കാണെന്ന് നിങ്ങളൊക്കെ പ്രസംഗം കേൾക്കാമെന്ന് തീരുമാനിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പറ്റുന്ന പോലെ പറയാം. ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ ഹിസ്റ്റോറിക്കൽ നോളജിനെ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കണമെന്നത്, കുടിയേറ്റത്തിൻ്റെ ചരിത്രം വികസിപ്പിക്കണമെന്നുള്ളത്, പ്രത്യേകിച്ച് ഇൻഡസ് വാലി മുതലുള്ള ജനതയുടെ രൂപപ്പെടലിനെ കുടിയേറ്റത്തിൻ്റെ ചരിത്രമായിട്ട് ബന്ധിപ്പിച്ച് വിശദീകരിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു 100%. പിന്നെ രണ്ടാമത് ധാരാളം പഠനങ്ങളുണ്ട്. ഇപ്പോൾ റോമില താപ്പറും RS ശർമ്മയും മാത്രമൊന്നുമല്ല, പ്രസാന്തിയും മാത്രമൊന്നുമല്ല, എത്രയോ ആളുകൾ ഏതെല്ലാം മേഖലകളിൽ പഠനം നടത്തുന്നു. ഭീന്ദർ സിംഗ് ഉണ്ട്, കുങ്കും റോയെ പോലുള്ള ആളുകളുണ്ട്, സതീഷ് ചന്ദ്രയുണ്ട്, അല്ലെങ്കിൽ സബാൾട്ടൻ ഹിസ്റ്റോറിയൻസിൻ്റെ ഒരു വലിയ നിരയുണ്ട്. ഇവരെല്ലാം ഒരേ വഴിക്കാണെന്നല്ല ഞാൻ പറയുന്നത്. ധാരാളം ഇൻസൈറ്റ്സ് നമുക്കതിൽ നിന്ന് ലഭ്യമാണ്. ഇപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ചരിത്രകാരൻ സുബിത് സർക്കാരിനെ പോലുള്ള ആളുകളുണ്ട്. അദ്ദേഹം തന്നെ അതിനോട് വിയോജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒറ്റ ഒരു പുസ്തകത്തിൽ നിന്ന്, ഇപ്പോൾ ചില പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇതെല്ലാം കൂടിയുള്ള പുസ്തകം ഏതാണ് ചോദിക്കും. അങ്ങനെ ഒരു പുസ്തകം വാസ്തവത്തിലില്ല. അന്നതുപോലെ എല്ലാം നമുക്ക് ഒരു പുസ്തകത്തിൽ നിന്നല്ല, ധാരാളം പഠനങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാൽ, അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അംബേദ്കർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ് സ്വാമി ധർമ്മതീർത്ഥ ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ദ ഹിസ്റ്ററി ഓഫ് ഹിന്ദു ഇമ്പീരിയൽസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന് ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഇന്ത്യയുടെ 2 ശത്രുക്കളെ പറ്റിയിട്ട് ധർമ്മതീർത്ഥ പറയണം. അതിലൊരു ശത്രു ഇന്ത്യയിൽ ഇന്റേണൽ എനിമി ബ്രാഹ്മണീസ് ആണെന്നും 2 ഇമ്പീരിയലീസ് ആണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അംബേദ്കർ ഇമ്പീരിയലിസത്തിനെ കൃത്യമായി എന്താ പറയുക അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. എപ്പോഴെങ്കിലും ഈ പ്രശ്നമാണ് 2 ഇന്റേണൽ എനിമിയാണ് ഇന്ന് വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ നമ്മുടെ ഭാവിയെ തുലാസ് നിർത്തുന്നത്. അല്ല, അത് ശരിയാണ്. അതായത് അംബേദ്കറുടെ ഒരു മേജർ കൺസേൺ ജാതി നിർമ്മൂലനം ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് മൂലധനാധിപത്യമോ അതുണ്ടാക്കുന്ന കൊളോണിയൽ സംവിധാനങ്ങളോ അദ്ദേഹത്തിൻ്റെ ചൂഷണമോ അദ്ദേഹത്തിൻ്റെ ഒരു കേന്ദ്ര പരിഗണനയിൽ വന്നില്ല എന്നുള്ള വിമർശനം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം മാർക്സിസത്തെക്കുറിച്ച് തന്നെയുള്ള അംബേദ്കറുടെ വിമർശനങ്ങൾ വളരെ ഉപരിപ്ലവമായിരുന്നു എന്ന് തെൽത്തുംബെ പോലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. അതിന് കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ലഭ്യമായ സോവിയറ്റ് ടെക്സ്റ്റുകൾ വെച്ചിട്ടാണ് അംബേദ്കർ ഇതിനെ വിമർശിക്കുന്നത്. അല്ലാതെ ഒറിജിനൽ മാർക്സ് തന്നെ അന്ന് പലരും വായിക്കാൻ കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പം ചരിത്രപരമായൊരു പരിമിതി. പിന്നെ എനിക്ക് അതിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ തോന്നുന്നത്, മുഖ്യമായ സമരമുഖം ഒരാൾ തുറക്കുമ്പോൾ അതിനോടായിരിക്കുമല്ലോ ഏറ്റുമുട്ടലിൻ്റെ ഒരു കേന്ദ്രം. മറ്റതൊരു പാർശ്വസ്ഥാനമായിട്ട് മാറും. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പോയി അംബേദ്കർ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ അത് കൊളോണിയലിസമായിട്ടുള്ള ഒത്തുതീർപ്പൊന്നുമല്ല, മറിച്ച് ജാതി അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു മൂർത്ത സന്ദർഭം വന്നപ്പോൾ നാഷണലിസ്റ്റ് പൊസിഷനെതിരെ നിൽക്കേണ്ടി വന്നു. അത് ആൻറ്റി നാഷണൽ ആയതുകൊണ്ടല്ല, മറിച്ച് നാഷണലിസവും നമ്മുടെ സ്വാതന്ത്ര്യവും തമ്മിലുള്ള ചില വൈരുദ്ധ്യങ്ങളിൽ പെട്ടുപോണതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ വൈരുദ്ധ്യങ്ങളിൽ പെട്ടുപോകും. സിദ്ധാന്തഭദ്രമായിട്ടിരിക്കുന്ന ആരാന്ന് വെച്ചാൽ പ്രസംഗിക്കുമ്പോഴാണ്. ഈ റോട്ടിലിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി കൊടുക്കും, പ്രാക്ടീസിൽ കൊടുക്കും. അപ്പം അത് അംബേദ്കറിലും കാണാം, ഗാന്ധിയിലും കാണാം, മാർക്സിലും ഒക്കെ കാണാൻ പറ്റും. അപ്പം അതിനെ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ആ വൈരുദ്ധ്യങ്ങളിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഫ്രീസ് ചെയ്തിട്ട് ഇതാണ് ഈ മൂപ്പരെന്ന് പറയാൻ പാടില്ല. അപ്പം അംബേദ്കറും ഗാന്ധിയും തമ്മിൽ എത്ര തർക്കങ്ങൾ നടക്കുമ്പോഴും ഇവർക്കിടയിൽ ഒരു ഡയലോഗ് നടക്കുന്നുണ്ട്. അത് അങ്ങോട്ടും മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 53-ന് ശേഷം അംബേദ്കർ മതത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല.
അവസാന ഘട്ടത്തിൽ ബുദ്ധാനിസ് ധർമാക്കി എഴുതുമ്പോഴേക്കും അദ്ദേഹം മതം എന്ന് പറയുന്നതിനെ വലിയൊരു ധാർമ്മിക ശക്തിയായിട്ട് ഏറ്റെടുത്ത് മൈത്രി എന്നുള്ള ആശയത്തെ ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ 56-ലെ അംബേദ്കറോട് ഒരുപക്ഷെ 30-ലെ ഗാന്ധിക്ക് ചിലത് പറയാനുണ്ടാവും. 30-ലെ അംബേദ്കറോട് 30-ലെ ഗാന്ധിക്ക് ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷെ 56-ലെ ഗാന്ധിയോ അംബേദ്കറോട് 30-ലെ ഗാന്ധിക്കോ 32-ലെ ഗാന്ധിക്കോ പറയാനുണ്ടാവും. 30-ലെ ഗാന്ധിയോട് അംബേദ്കർ പറഞ്ഞത് ഗാന്ധിയെ മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഇതൊക്കെ നമ്മളതുകൊണ്ട് ഭൂതകാലത്തെ ഒരു ഭാരമാക്കാതെ ഭൂതകാലത്തിൽ നിന്ന് എടുക്കേണ്ടത് എടുത്ത് അല്ലാത്തതിനെ വിട്ട് ഈ വിഴുപ്പ് മുഴുവൻ നമ്മൾ ചുമക്കേണ്ട കാര്യമില്ല. വേണ്ടത് എടുത്താൽ മതിയല്ലോ. ഒരാളും അവസാനത്തെ ശരി പറഞ്ഞ് ചരിത്രത്തിൽ നിന്ന് പോയിട്ടില്ല. എല്ലാവരും വേണ്ടത്ര അബദ്ധം കൂടി പറയും. അല്ലാതെ ശരി മാത്രം പറഞ്ഞ ദൈവങ്ങൾ മാത്രമേ ഉള്ളൂ. അതാകട്ടെ ഇല്ലതാണ്. അതാണ് ഒരു പ്രശ്നം. ഈ ചർച്ചയിൽ ഈ പ്രഭാഷണത്തിലൂടെ അവസാനിക്കുന്നു. അവസാനത്തെ കുത്തിടുകയല്ല, നിരവധി കുത്തുകൾ ഇടുകയാണ്. തുടർച്ച ആലോചനകൾ ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാം ഒന്നും പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. ഇതെല്ലാം ഡയലോഗുകൾ ആണ്. ഡയലോഗാണ് ഒരുപക്ഷെ സാർത്ഥകമായ ജീവിതം തന്നെ. സുനിൽ മാഷിന് ഒറ്റവാക്കിൽ നന്ദി. ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹം, മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, മറ്റു കോളേജിലെ അധ്യാപകർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി. താങ്ക് യു.